ഇറാന് മേലുള്ള അമേരിക്കൻ ഇസ്രായേൽ യുദ്ധത്തിന് സാധാരണ അമേരിക്കക്കാരുടെ പ്രതികരണം എന്താണ്? അമേരിക്കയെ സൈനികമായി സെർവ് ചെയ്ത ഒരു പട്ടാളക്കാരന്റെ പ്രതികരണം നമുക്ക് നോക്കാം. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായ പ്രതികരണം ഇതാണ്. കാണേണ്ട കാഴ്ചയാണ്. അദ്ദേഹം ഒരു സെനറ്റ് ഹിയറിംഗിൽ നിന്ന് ബഹളം വെക്കുകയാണ്. ഒരു സെനറ്റ് ഹിയറിംഗിൽ അദ്ദേഹം എണീച്ചു എന്ന് പറയുന്നതാണ്. അമേരിക്കയുടെ മക്കളെ ഞങ്ങൾ കൊല്ലാൻ വിടില്ല. അമേരിക്കൻ പട്ടാളത്തിൽ സെർവ് ചെയ്തൊരു സൈനികനാണ്. നിങ്ങളൊരു മറീനായിട്ട് എണീറ്റ് നിൽക്കുക, ഒരു ഉദ്യോഗസ്ഥനായി എണീറ്റ് നിൽക്കുക, അമേരിക്കയ്ക്ക് വേണ്ടി എണീറ്റ് നിൽക്കുക. ഇന്നലെ അമേരിക്കയിലെ ഒരു സെനറ്റ് ഹിയറിംഗിൽ നടന്ന അയാളൊരു മറീനാണ്. യഥാർത്ഥത്തിൽ ലോകത്തെ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതാണ് ആഗ്രഹം. ഇത് പ്രത്യേകിച്ച് സമർപ്പിക്കുന്നത് തീവ്ര ഹിന്ദുത്വവാദികൾക്കും ക്രിസംഖികൾക്കും വേണ്ടിയിട്ടാണ്. അമേരിക്കയിലെ സാധാരണ ജനങ്ങളുടെ, അമേരിക്കയിലെ പട്ടാളക്കാരുടെ അടക്കമുള്ള പൾസ്. ഇത് കുറച്ചു കാലം മുമ്പത്തെ വീഡിയോ ആണ്. അത് ഇറാഖിന്റെ ആക്രമണത്തിൽ, അഫ്ഗാനിസ്ഥാൻ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തത് ആ യുദ്ധങ്ങൾക്ക് പോയ, ആ പോരാട്ടങ്ങൾക്ക് പോയി തങ്ങൾക്ക് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്കയിലെ സൈനികർ തങ്ങളുടെ മെഡലുകൾ ഉപേക്ഷിക്കുന്നതാണ്. ഒരു കാര്യം ആലോചിക്കണം, പട്ടാളക്കാരൻ രാജ്യസ്നേഹം കൊണ്ടാണ്, ഇന്ത്യൻ ആണെങ്കിലും അമേരിക്കൻ ആണെങ്കിലും ഏത് രാജ്യത്തെ പട്ടാളക്കാരനാണെങ്കിലും രാജ്യസ്നേഹം കൊണ്ടാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടാൻ, സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടുന്നവർ, അവർക്ക് ലഭിക്കുന്നതാണ് മെഡലുകൾ. ആ മെഡലുകൾ പരസ്യമായി ഉപേക്ഷിക്കുന്നതിന്റെ കാഴ്ചകൾ മുമ്പ് ഉണ്ടായിരുന്നതാണ്, കണ്ടിരിക്കേണ്ടതാണ്, വൈറലായ കാഴ്ചകളാണ്. Palestine, and all victims of occupation across the world. I was a nuclear biological chemical specialist for a war that didn't have any weapons of mass destruction. Iraq. നല്ല മെഡലുകൾ ഉപേക്ഷിക്കുകയാണ്. I'm one of 40,000 people that left the United States Armed Forces because this is a lie. ഇതൊരു കള്ളമായിരുന്നു. I was liberating their oil fields. അതായത് ഞങ്ങൾ ഇറാഖി ജനതയല്ല, ഇറാഖിലെ ഓയിൽ ഫീൽഡ്സിന് വേണ്ടിയാണ്, ഇറാഖിലെ എണ്ണയ്ക്ക് വേണ്ടിയാണ് ഇവിടെ പോരാടിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇറാഖി ജനതയെ രക്ഷിക്കാനാണെന്നാണ് കള്ളം ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഇത് സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയവരാണ്. 40,000. Oil field വെക്കുക. ഇറാഖിന്റെയും അഫ്ഗാനിസ്ഥാനെയും കുട്ടികൾക്ക് വേണ്ടി, ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളുടെ മെഡലുകൾ ഉപേക്ഷിക്കുകയാണെന്ന് ആ രാജ്യങ്ങളിൽ അമേരിക്കൻ ഗവൺമെന്റ് കള്ളം പറഞ്ഞ് ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സിനും മറ്റും കൊള്ളയടിക്കാൻ വേണ്ടി പോയി ഇന്ന് പട്ടാളക്കാർക്ക് തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവർ. ഈ തിരിച്ചറിവാണ് നമുക്ക് ലോകത്തിലെ എല്ലാ ജനതയ്ക്കും വേണ്ടത്. അടുത്തത് ഒരു സ്ത്രീയുടെയും കൂടെ കേൾക്കാം, ഇതും കേൾക്കേണ്ടതാണ്. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ
to stand. കാലിഫോർണിയ ആകട്ടെ, ന്യൂയോർക്ക് ആകട്ടെ, വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉള്ള വെറ്ററൻസ് ഒരുമിച്ച് വരികയും ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യണം എന്നവർ പറയുന്നത് അവരുടെ മനസ്സിൽ തട്ടിയാണ്. കാരണം ഈ കള്ളങ്ങളുടെ മേൽ പടുത്തുയർത്തിയ യുദ്ധങ്ങളാണ്. ആ യുദ്ധങ്ങളിൽ പങ്കെടുത്തവരാണ് ഇവർ. അതായത് ഇവരാരും സമാധാനവാദികളോ ഗാന്ധിയന്മാരോ ഒന്നും അല്ല. ഇവരെല്ലാം Shame on all of you. May God give you the moral courage. May God give you the moral courage to do the right thing. May God give you your heart. Please. ഇവരാണ് യഥാർത്ഥത്തിലെ പട്ടാളക്കാർ. ദൈവം നിങ്ങൾക്ക് സത്യവും ധർമ്മവും തരട്ടെ. From California all the way to New York to stand against what we are witnessing right now. Your voice is so powerful. നിങ്ങളുടെ വോയിസ് വളരെ പവർഫുൾ ആണ്. നിങ്ങൾ ശക്തമായി മുമ്പോട്ട് വരണം. യഥാർത്ഥത്തിൽ ഈ യുദ്ധം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, എണ്ണയ്ക്ക് വേണ്ടി, അധികാര കൊതിക്ക് വേണ്ടി, മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് വേണ്ടി, ആയുധ വ്യാപാരികൾക്ക് വേണ്ടി നടത്തുന്നതാണ്. ആയിരക്കണക്കിന് സാധാരണക്കാരെ കൊല്ലുകയും അതേപോലെ തന്നെ അമേരിക്കൻ അടക്കമുള്ള പട്ടാളക്കാരെ കൊലക്കി കൊടുക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ യുദ്ധമല്ലിത്, ഇസ്രായേലിന്റെ യുദ്ധം പോലുമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലുള്ള യുദ്ധമാണ്. അവർക്ക് അവരുടേതായ അധികാരങ്ങൾ ഉറപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ, നമ്മുടെ നാട്ടിൽ മൈൽഡായിട്ട് ചെയ്യുന്നു, അവരുടെ നാട്ടിൽ കൂട്ടി ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടില് അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെക്കുന്ന ചേട്ടന്മാരില്ലേ, തീവ്ര ഹിന്ദുത്വവാദികൾ, ഗോഡ്സേവാദികൾ. ആ ഗോഡ്സേവാദികൾ ചെയ്യുന്ന പരിപാടിയുടെ കുറെ കൂടെ ഹൈറ്റൻഡ് പരിപാടി അവിടെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതായത് ഈ രാജ്യങ്ങളിലല്ല, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ടക്കർ കാൾസൺ വെളിയിൽ കൊണ്ടുവന്ന ഖത്തറിലും സൗദി അറേബ്യയിലും അടക്കം തീവ്രവാദ ബോംബിങ്ങുകൾ അടക്കം പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ വാർത്തകളടക്കം. അപ്പോൾ അറബ് രാജ്യങ്ങളിൽ, അവിടുത്തെ മുസ്ലിം രാജ്യങ്ങളിൽ, നമ്മുടെ മധ്യപൂർവേഷ്യയിലെ രാജ്യങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കി ആ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിന്റെ ഗ്രാൻഡ് പ്രൊജക്ടിന്റെ ഭാഗമാണ് എന്ന ബുദ്ധിയും ബോധവും വിവരവും നമുക്ക് വേണം. നമ്മുടെ നാട്ടിലെ ഈ തീവ്ര ക്രിസംഗികളോടും തീവ്ര ഹിന്ദുത്വവാദികളോടും ഒക്കെയാണ്. നിങ്ങളുടെ മനസ്സിന് ക്യാൻസറും മനസ്സിന് ഭ്രാന്തുമാണ്. ഒരു കാര്യവും ഇല്ലാതെ ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്ന ഒരു പരിപാടിയിലേക്കാണ് ഇവർ പോകുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യരുത്. ഇന്ത്യ ഇന്നലെ ഖമനേയിയുടെ അനുശോചനം രേഖപ്പെടുത്തിയത് വളരെ പോസിറ്റീവാണ്. ഇറാഖ് ആകട്ടെ, ഇറാഖിൽ 5 ലക്ഷം മനുഷ്യരെയാണ് കൊന്നത്. ആയിരക്കണക്കിന് US പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. എന്തിനാണ്? ഫുൾ കള്ളം, അറിഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞു. അതായത് ഇറാഖില് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ മാസ് ഡിസ്ട്രക്ഷന് വെപ്പൺസ് ഉണ്ടെന്നും അത് അമേരിക്കയിൽ എത്തുമെന്നും കള്ളം പറഞ്ഞാണ്. ഇറാഖിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു എന്നാണ് അവസാനം അവർ കണ്ടെത്തിയത്. അതേപോലെ ഇറാൻ നമ്മളെ ആക്രമിക്കും 2 ആഴ്ചയ്ക്കുള്ളിൽ നിന്ന് ട്രംപിനെ പോലുള്ളവർ കള്ളം പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ല, ഇത് തീവ്രവാദത്തിന് എതിരെയല്ല, ഇത് ഏതെങ്കിലും രീതിയിലുള്ള പോസിറ്റീവ് അജണ്ടയല്ല, ഇതൊരു വളരെ മോശം അജണ്ടയാണ്. അതായത് രാജ്യങ്ങളിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ, അവരുടെ ഓയിൽ പിടിച്ചെടുക്കാൻ, അവരുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ, അവിടെ പപ്പറ്റ് ഗവൺമെന്റ്സിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ അല്ലെങ്കിൽ ഓയിൽ സമ്പന്നമായ രാജ്യങ്ങളാണ് വെനിസ്വേല, സൗദി അറേബ്യ, ഇറാൻ പോലുള്ള രാജ്യങ്ങൾ. അവർക്ക് മേൽ നിയന്ത്രണം ഉണ്ടാകാൻ വേണ്ടി ആഗോള, അമേരിക്ക പോലുമല്ല, അമേരിക്ക എന്ന രാജ്യത്തിനെ അല്ല, അവിടത്തെ ആഗോള ഭീമന്മാർ നടത്തുന്ന മുഖം മൂടി ഇട്ടുകൊണ്ടുള്ള ചില നീക്കങ്ങൾ മാത്രമാണ്. എന്നിട്ട് ഡെമോക്രസി ജയിക്കാൻ വേണ്ടിയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണ്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കും വേണ്ടിയാണെന്നൊക്കെ കള്ളം പറയുകയാണ്. അമേരിക്കയിലെ പ്രതികരണങ്ങൾ ഓർക്കണം. ആ ധാർമ്മികത അമേരിക്കൻ പട്ടാളക്കാർ കാണിക്കുന്നുണ്ട്. ആ പട്ടാളക്കാർക്കാണ് സല്യൂട്ട്. ഓർക്കുക, നമ്മളുടെ രാജ്യം തെറ്റ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്നതല്ല രാജ്യസ്നേഹം. ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും നമ്മുടെ രാജ്യം നമ്മളോടും ലോകത്തോടും തെറ്റ് ചെയ്യുമ്പോൾ അതിനെ കണ്ണടച്ച് കീജയ് വിളിക്കുന്നതല്ല രാജ്യസ്നേഹം. രാജ്യത്തിന്റെ ശരികളോടും സത്യങ്ങളോടും ഒപ്പം നിൽക്കുന്നതാണ് രാജ്യസ്നേഹം. മറ്റേത് കപട രാജ്യസ്നേഹമാണ്, ജിങ്കോയിസമാണ്. ആ ജിങ്കോയിസത്തിന് സ്ഥാനമില്ല. എന്തായാലും ഈ യുദ്ധം എത്രയും പെട്ടെന്ന് തീരട്ടെ. ഇറാനിലും മധ്യപൂർവ്വേഷ്യയിലും ഇസ്രായേലിലും പാലസ്തീനിലും എല്ലായിടത്തും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.